ഡേ 12 ഓഫ് ബിൽഡിംഗ് എ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ. ഞാൻ ഇന്ന് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് എഡ്യൂക്കേഷൻ കണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നതല്ല, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വേറൊരു വിഷയം സംസാരിക്കാൻ വന്നതാണ്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫ്രണ്ടിനെ ഇങ്ങനെ കാണാനിടയായി. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം എന്താണ് ഒരു SIP സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞു. അതായത് മാസം ഒരു 10-12,000 രൂപയോളം SIP ആയിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിന് എന്താണ് ഒരു ഹോം ലോൺ ഉണ്ട്, കൂടാണ്ട് ഒരു വെഹിക്കിൾ ലോൺ ഉണ്ട്. ടോട്ടൽ 10-38 ലക്ഷത്തോളം ലോൺ ഉണ്ട് പുള്ളിക്ക്. പക്ഷേ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ഹെൽത്ത് ഇൻഷുറൻസ് പുള്ളിക്കില്ല. ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ടൈം ഇൻഷുറൻസോ അദ്ദേഹത്തിനില്ല. ഇത്രയും വലിയ ഒരു ലോൺ വെച്ചുകൊണ്ടിരുന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു SIP ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം ലോൺ ഉള്ളപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ലോൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എടുക്കണം. അപ്പോൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് എടുക്കണം. കാരണം നമുക്ക് ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ ഈ ലോണും നമുക്ക് പെൻഡിങ്ങാവും. അതോടൊപ്പം നമുക്ക് ഈ SIP ചെയ്ത മാസം ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഉണ്ടല്ലോ, അതുകൊണ്ട് ഈ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. നമുക്ക് ഈ ലോൺ അടയ്ക്കാൻ പറ്റില്ല, അതിൻ്റെ കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും കൂടെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം ഒരു കവറേജ് ഉള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് വെക്കുക. ഒരു ഇത്രയും ലോണൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും 19 ലക്ഷം രൂപ കവറേജൊക്കെ ഉള്ളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെക്കുക. വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഹോസ്പിറ്റൽ ബില്ലൊക്കെ വളരെ ഹ്യൂജാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയാൽ മാത്രമേ അത് അറിയത്തുള്ളൂ. കാരണം വലിയൊരു ഹോസ്പിറ്റൽ ബില്ലാണ് ഇപ്പം കഴിഞ്ഞ ഒരു 1-1.5 വർഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം എല്ലാ അസുഖങ്ങൾക്കും ബില്ലുകൾ ഇരട്ടിയായി. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ലോണൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും എടുത്ത് വെക്കണം. ലോൺ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. അതില്ലാണ്ട് SIP ചെയ്തിട്ടോ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. നമ്മുടെ കയ്യിലെ പൈസ ഹോസ്പിറ്റൽ കേസ് വന്നാൽ കൊണ്ടേ കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിലോ അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ അതുമല്ല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.